ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ മോഡലിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ക്ലേ ആണ്. പല കളറിലൊക്കെയുള്ള ഒരു ക്ലേ ആണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഒരാളുടെ ഫേസ് ഈ ക്ലേയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ക്ലേയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു കോഴിമുട്ടയുടെ വലുപ്പത്തിലുള്ള ഒരു ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ സ്കിൻ ടോണായിട്ട് ഏകദേശം ഒരു മാച്ചിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു മുട്ടയുടെ വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരാളുടെ ഫേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് കണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ വരയിട്ടിട്ടുണ്ട്. ഇങ്ങനെ മൂക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വരയിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിങ്ങനെ അതിന്നിവിടെ കണ്ണിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ചു കൊടുക്കുകയാണ്. കണ്ണ് മൂക്കിൻ്റെ ഭാഗം കുഴിച്ചു കൊടുക്കുകയാണ്. കുഴിച്ചു കൊടുത്തിട്ട് എന്താ ഇവിടെ പിരിക്കാൻ വരുന്ന അവിടെ ഷേപ്പിൽ നഖം വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. നെറ്റിയൊക്കെ ഒന്ന് ഷേപ്പാക്കി കുട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ ഷേപ്പാക്കി എന്നിട്ട് നമുക്ക് മൂക്കാണ് ഇനി പിടിപ്പിക്കേണ്ടത്. മൂക്കിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഊറ്റിയിട്ട് മൂക്കിൻ്റെ ഭാഗത്ത് സെറ്റ് ചെയ്തു. ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുകയാണ്. മൂക്കൊന്ന് ഷേപ്പാക്കി ഇടുകയാണ്. ചെറിയ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കൈ തന്നെയാണ് ഇത് ചെയ്യുന്നത് കൂടുതൽ. മൂക്കിങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുത്തു. ഓക്കെ, ഏകദേശം മൂക്കിങ്ങനെ ആക്കി എടുത്തു. അതിനുശേഷം വായയാണ് വെട്ടി ചെയ്യുന്നത്. വായിൻ്റെ ഭാഗം നമ്മൾ ഇച്ചിരി കുഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കവിളിൻ്റെ ഭാഗം ഇച്ചിരി ഒട്ടിയിട്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. കവിളിൻ്റെ ഭാഗം ഇച്ചിരി ഒട്ടിയിട്ടാണുള്ളത്. താടി വരേണ്ടതാണ്. അപ്പം ചുട്ടിയിട്ടാണുള്ളത്. അതിനുശേഷം ഇച്ചിരി എടുത്തിട്ട് നമ്മൾ മീശ വെച്ച് കൊടുക്കുകയാണ്. മീശ ഇങ്ങനെ എടുത്തിട്ട് ഇച്ചിരി കറങ്ങി കുറഞ്ഞു പോയി. സെറ്റാക്കി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് വായാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വാ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് നമ്മളെടുത്തുനിന്ന് ചൊടിയുടെ ഷേപ്പ് പോലെ ആക്കിയിട്ട്, വലുപ്പം വേണ്ട, ചൊടിയുടെ ഷേപ്പ് പോലെ ആക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ചില സ്ഥലത്ത് നമുക്ക് ടൂൾ ആവശ്യമായിട്ടുണ്ട്.
വായിൻ്റെ ഭാഗത്ത് ഓക്കെ. അപ്പോൾ വായ ഏകദേശം സെറ്റാക്കി. ഇനി ചെയ്യുന്നത് താടി ഇച്ചിരി ഇറക്കി ചെയ്യുന്നുണ്ട്. താടി ഇച്ചിരി ഇറക്കി, നീളമുള്ള താടിയാണ്. അതിനായിട്ട് സൈഡിൽ നിന്നൊക്കെ 2 പീസ് എടുത്തിട്ട് താടി സെറ്റാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് കവളിൻ്റെ ഭാഗത്ത് താടി സെറ്റാക്കാനുണ്ട്. അതിനായിട്ട് ഇച്ചിരി ക്ലേ എടുത്തിട്ട് സൈഡിലൂടെ ഇച്ചിരി പുറത്തേക്കുന്ന പോലത്തെ ഉള്ള താടിയാണ്. ഓക്കെ. ഈ സൈഡിലും കുറച്ച് ക്ലേ എടുത്ത് ഈ സൈഡിൽ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കൈ വെച്ച് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാനാണ്. ഇപ്പോൾ കൈ ഇടുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ച ഭാഗങ്ങളിലൊക്കെ ഷേപ്പ് മാറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അതൊന്നും നോക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം താടിയുടെ ഷേപ്പ് ഏകദേശം വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇത് ക്ലിയറായിട്ട് കഷണ്ടി ആയിട്ടുള്ള ആളല്ല, സൈഡിൽ ചെറിയ മുടിയുണ്ട്. അപ്പോൾ ആ മുടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. തലയുടെ ചെവിയുടെ സൈഡിലായിട്ട് കുറച്ച് മുടിയുണ്ട്. അപ്പോൾ ആ മുടിയൊന്ന് നമ്മൾ പിടിച്ച് കൊടുക്കുകയാണ്. സൈഡിൽ അതുപോലെ ഇപ്പോൾ സൈഡിലും പിടിപ്പിക്കണം. മുമ്പ് ചെയ്ത ആനയാണ് ഇരിക്കുന്നത്. ഇവിടെ വേറെ ആൾ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ഞണ്ടിൻ്റെ ഒരു ഞണ്ടുണ്ട് ഇവിടെ. ഈ വീഡിയോ കാണാത്തവർ ചാനലുണ്ട്, എടുത്ത് കാണുക. അപ്പോൾ ഈ സൈഡിലെ മുടിയും നമ്മൾ ഫിറ്റ് ചെയ്തു. ഈ തലയുടെ മുകൾ വശം ഒന്ന് കുത്തി ഷേപ്പായി കൊടുക്കുകയാണ്. ഓക്കെ. ഇനി നമുക്ക് പിടിപ്പിക്കാനുള്ളത് ചെവിയാണ്. അപ്പം ചെവി പിടിപ്പിക്കണം. ഇവിടെയായിട്ട് നമുക്ക് ചെവി പിടിപ്പിക്കണം. അപ്പം ചെവിക്ക് വേണ്ടിയിട്ട് കുറച്ച് പീസ് എടുത്ത ശേഷം നമ്മൾ ഈ സൈഡിൽ നിന്ന് ചെവി വെച്ച് കൊടുക്കുകയാണ്. ഈ സൈഡിലും നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ചെവി നമ്മൾ വെച്ച് കൊടുത്തു. ഷേപ്പ് ചെയ്യാനുണ്ട്. ഓക്കെ. ഷേപ്പ് ചെയ്തു. ഇനി ചെയ്യേണ്ടതൊന്ന് നമുക്ക് ഇതിന് കണ്ണ് പിടിപ്പിക്കാനാണ്. അതാണ് അതിനകത്ത് ഏറ്റവും ഒരു വിഷമമുള്ള കേസ്. അതാണ് ചെറുതായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിനുള്ളിൽ ഡീറ്റെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും പറ്റുന്ന പോലെ ചെയ്യാം. കണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ടാണ് വെക്കുന്നത്. ഒരു മീനിൻ്റെ ആകൃതിയിലേക്കുള്ള ഷേപ്പാക്കി എടുത്തിട്ട് അതിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ സൈഡിലും രണ്ട് ഭാഗത്ത് വെച്ച് കൊടുത്തു. ഇനി അതിനൊന്ന് ഫിക്സ് ചെയ്യണം അവിടെ. അങ്ങനെ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എഡ്ജുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഇനി അതിനകത്ത് നമുക്ക് ചെറിയ ഇട്ട് കൊടുക്കാം. ഓക്കെ, കണ്ണിൻ്റെ ഷേപ്പ് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് ഇതിനുള്ളിൽ ചെയ്യൽ. വലിപ്പം ഉണ്ടെങ്കിലാണ് നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഈ സൈഡിലെ കണ്ണിനുള്ളിലും അതുപോലെ ഷേപ്പായി കൊടുത്തിട്ടുണ്ട്. അപ്പം നടുക്ക് നമ്മളിതിനൊരു കുഴിയിട്ടാണ് കൊടുക്കുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക്. ഓക്കെ, ഏകദേശം കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളിതിന് മീശയ്ക്ക് വരയിട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മളിട്ട് ഉപയോഗിച്ചിട്ട് മീശ ആദ്യം സെൻറ്ററിലൊരു ഷേപ്പായി കൊടുക്കുന്നുണ്ട്. വരയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, താടിക്ക് നമ്മൾ വരയിട്ട് കൊടുക്കുകയാണ്. കവിളിൻ്റെ അടിയിൽ ചൊടിയുടെ അടിയിൽ കുറേ പീസൊക്കെ വിട്ടുപോയി. അവിടെ ചെറിയ പീസ് വിറ്റാണ്ട് അതിന് നമ്മൾ വരയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ശേഷം സൈഡിലും കൂടെ വരയിട്ട് കൊടുക്കുകയാണ്. ചെരിഞ്ഞ് പോയി നേരാകട്ടെ. ഓക്കെ, ഇനി നമ്മുടെ മുടിക്കും കൂടെ വരയിട്ട് കൊടുക്കാനുണ്ട്. ഈ സൈഡിലെ മുടിക്കും വരയിട്ട് കൊടുത്തു. ഇനി ചെവിൻ്റെ ഉള്ളിൽ വരയിടാനുണ്ട്. ചെവി കനം കുറച്ച് ചെയ്ത കാരണം വരയിടുമ്പോൾ ഇളകിപ്പോവും. ഓക്കെ, ഇനി നമുക്ക് നെറ്റിയിൽ 2 വരയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആളുടെ ഫേസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും മോശമായിപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇത്തരം വീഡിയോസൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ടുകളും എല്ലാം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ.